ഹലോ ഗെയ്സ്, ഇന്ന് ഞാനുള്ളത് കർണാടകയിലെ ഒരു അതിമനോഹരമായ തക്കാളിത്തോട്ടത്തിലാണ്. ഞാൻ ഇവിടെ കണ്ടതിലും വെച്ച് ഏറ്റവും നല്ലതും ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതുമായ ഒരു തക്കാളിത്തോട്ടമാണ്. നല്ല ഹൈടെക്കായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഷീറ്റ് വിരിച്ചിട്ടാണിത് തൈ നട്ടിരിക്കുന്നത്. അത് ഷീറ്റ് വിരിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കാട് കയറില്ല, ചൂട് കൺട്രോളാവും, അതുപോലെ വെള്ളവും വളവും എല്ലാം കൊടുക്കാം. ഏറുമാടം കെട്ടിയൊക്കെ ഇത് തോട്ടം വലിയ തോട്ടമായതുകൊണ്ട് കളവ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടാണ് ഏറുമാടമൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല കായ് തുടങ്ങുന്ന ഒരു തോട്ടമാണിത്. കായ് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വിളവെടുപ്പ് പോലും നടത്തിയിട്ടില്ല. ഇത് ഒരു 5-6 ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. എൻ്റെ തോളിനൊപ്പം തന്നെ ഈ ചെടി വളർന്നിട്ടുണ്ട്. അതായത് ഹൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒരാൾ പൊക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 4.5 അടി ഇത് വളർന്നിട്ടുണ്ട് ചെടി. ഇത്രയും വളർന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിൻ്റെ വളവും കാര്യങ്ങളും ഈ ഡ്രമ്മും കലക്കി ഇതിൽ കൂടെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇത് ഷീറ്റ് ഇട്ടത് കാരണം പുറമെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മരുന്നും കാര്യങ്ങളെല്ലാം അതിൽ കൂടെയാണ് കൊടുക്കൽ നടക്കുകയുള്ളൂ. സ്പ്രേ ചെയ്യാൻ മാത്രം ചെയ്യാം. ബാക്കിയെല്ലാം വളമൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഡ്രിപ്പ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷവും. ഇതേപോലത്തെ ഒരു തോട്ടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കർണാടകയിൽ. അത് ഇത്രയും ഏക്കർ, ഒരു 6 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിലവ് വന്നിട്ടുണ്ട്. വിളവും അതേപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചെടിയൊക്കെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടെയാണ്. ഇലയ്ക്കൊന്നും ഒരു കീടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ആരോഗ്യമുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല ചിലവ് വന്നൊരു തോട്ടമാണ്. അതേപോലെ അവർ നോക്കുന്നുമുണ്ട്. അത് ഒരുവിധം വില കിട്ടുകയാണെങ്കിൽ ലക്ഷങ്ങൾ നല്ല കോടികളുടെ അടക്കം കിട്ടുന്ന ഒരു തോട്ടമാണത്. അത്രയ്ക്ക് ഏരിയ ഉണ്ട് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി ഇവിടെ വന്നപ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.